നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുമ്പോൾ സാധാരണഗതിയിൽ പൊതുജനങ്ങളോട് കുറച്ച് അഴവോടെ സംസാരിക്കുന്നതാണ് നേതാക്കന്മാരുടെ ശീലം. സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അഹങ്കാരം കാണിക്കുമെങ്കിലും തിരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ് പൊതുജനങ്ങളോട് കുറച്ച് സ്നേഹത്തോടുകൂടെ നേതാക്കന്മാരൊക്കെ സംസാരിക്കാറുള്ളത്. എന്നാൽ കാലം മാറിയതോടെ ആ ട്രെൻഡ് മാറി എന്നുള്ളതാണ് വ്യക്തമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി ചില പ്രസ്താവനകൾ നടത്തുന്നത്. പറഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗത്തെക്കുറിച്ച് തന്നെയാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു പൗരൻ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയോട് ഒരു സംശയം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അയാളോട് ഈ ചോദ്യം ചോദിക്കാനുള്ള സമയം ഇതല്ല, അല്ലെങ്കിൽ മറുപടി പറയാനുള്ള സന്ദർഭം ഇതല്ല, പിന്നെ പറയാം എന്നൊക്കെ പറഞ്ഞ് ആ ചോദ്യം ചോദിച്ചവരെ ക്ഷമിപ്പിക്കുന്നതിന് പകരം അയാളോട് ചോദ്യം ചോദിച്ച നിമിഷങ്ങൾക്കുള്ളിൽ ഒന്നും തന്നെ ചിന്തിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയാണ്, പോയി നിന്റെ വീട്ടിൽ ചോദിക്കുകയെന്ന്. അതായത് ഒരു നേതാവിനുണ്ടാകുന്ന ധാർഷ്ട്യം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്. എന്തായാലും ഈ ഒരു പ്രസ്താവന നടത്തിയതിന് പിന്നാലെ ന്യായീകരണ ക്യാപ്സ്യൂളുമായിട്ട് മുഖ്യമന്ത്രിയും അതിനുശേഷം പറഞ്ഞ ഈ ചോദ്യം ചോദിക്കാൻ വന്ന ആ പൗരൻ താൻ ചോദിക്കാൻ പാടില്ലായിരുന്നു, താൻ തെറ്റ് ചെയ്തു പോയി എന്ന് സ്വയം ഏറ്റെടുത്തുകൊണ്ടൊക്കെ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. രണ്ട് കാര്യങ്ങളാണ് ഇവിടെയുള്ളത്. ഒന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ പറയുന്ന ഒരു പ്രസ്താവന നടത്തിയതിലൂടെ പണി പാളി എന്ന് വ്യക്തമായി കൊണ്ടുള്ള ന്യായീകരണ ക്യാപ്സ്യൂൾ. രണ്ടാമതായുള്ളത് ഈ പറയുന്നത് പോലെ അയാൾ തനിക്ക് തെറ്റുപറ്റിയതാണ്, ആ പ്രസംഗവേദിയിൽ താൻ ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് പറഞ്ഞ് കുറ്റസമ്മതം നടത്തിയ കാര്യമാണ്. അയാൾ എങ്ങനെ കുറ്റസമ്മതം നടത്തി എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാണ്. ഒന്നുകിൽ പല നേതാക്കന്മാരുടെയും പല ഇടപെടലുകളുടെയും ഒക്കെ ഭാഗമായി ഭയന്നുകൊണ്ടുള്ള ഒരു തിരുത്തൽ നടപടിയാണ് നമ്മൾ കണ്ടത്. അല്ല എങ്കിൽ കീശയിൽ കനം നിറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയോട് താൻ ചോദിച്ചത് തെറ്റാണെന്ന് പറഞ്ഞ് വിവാദത്തെ ശമിപ്പിക്കാനുള്ള നടപടി. എന്തായാലും ഒരു നേതാവ് എന്ന നിലയ്ക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു രീതിയാണ് ഇത് എന്നത് വ്യക്തമായി കഴിഞ്ഞു. എന്നിട്ടും ഇന്നിപ്പോൾ CPI അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ കൃത്യമായിട്ടൊരു മറുപടി പറയാതെ തൊടു ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഇറക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ മാധ്യമങ്ങൾക്ക് മുൻപിലെത്തിയ വിനോയ് വിശ്വത്തിനോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനും മറുപടി ഉണ്ടായിരുന്നില്ല. മാധ്യമങ്ങളുടെ ആ ഒരു വിഷയവുമായി ബന്ധമുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇങ്ങനെയാണ്. ആ ഒരു മറുപടി പ്രസംഗം കേൾക്കാം. ഇതിനൊന്നും ഉത്തരവില്ല, നിനക്ക് ഉത്തരവില്ല. ഫ്യൂഡൽ കാലത്തിന്റെ അവസ്ഥ മാറ്റിയ പാർട്ടി ഇടതുപക്ഷ പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. ആർക്കിടിച്ചു മതിയാക്കലൊക്കെ ഉണ്ട്. അതാവശ്യത്തിനായി ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ചോദ്യകർത്താവിന് തൃപ്തികരമായ ഉത്തരവ് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും കുറച്ചു പേർക്ക് തൃപ്തിയായില്ലെങ്കിൽ ആ രാഷ്ട്രീയത്തെ അത്യരിക്ക് മനസ്സിലാകും, അവിടുത്തെ മനസ്സിലാകും. ദാറ്റ്സ് ഓവർ. ഇതിന് ഉത്തരവില്ല. എന്നാലും ഇതിനുത്തരവില്ല. അതെ, ഉറപ്പായിട്ട് ആ കസേരക്ക് അറിയാം ഏതെല്ലാം ചോദ്യങ്ങൾക്ക് ഉത്തരം എങ്ങനെ വേണം പറയാമെന്ന്. ഈ കസേരക്ക് അറിയാം, എനിക്ക് നാട്ടിൽ അറിയാം. അത് നിങ്ങൾക്ക് അറിയാം. ഞാൻ തീരുമാനിക്കും. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട പൊതുജനങ്ങളും ഈ വിഷയത്തിൽ വിലയിരുത്തൽ നടത്തുന്നുണ്ട്. പൊതുജനങ്ങൾ പറയുന്നത് പ്രകാരമുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ കേൾക്കേണ്ടതുണ്ട്. അവരൊക്കെ പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ധാർഷ്ട്യമാണ്. എന്തായാലും പൊതുജനങ്ങൾ ഇതൊക്കെ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇതൊക്കെ മനസ്സിലാക്കി തന്നെയായിരിക്കും വോട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ കൂടെയാണ്. ഇനി അടുത്ത ഭരണം വരുമ്പോൾ മാറും. മൂന്നാം പിണറായി സർക്കാർ ഇനിയും വരുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള രീതികളൊക്കെ കാണുന്നത്. അപ്പൊ അതിനെങ്ങനെയാണ് ചേട്ടൻ നോക്കുന്നത്?
ഇപ്പോഴും എന്താ പറയാനാ, മന്ത്രിയായിട്ടിരിക്കുന്നവരിങ്ങനെ പറയാൻ പാടില്ല. സാധാരണ ജനങ്ങൾക്ക് അവരൊക്കെ ചിന്തിക്കൂലേ ഓരോ ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തെരഞ്ഞെടുപ്പിന് മാറി വരണം. ഇനി വേറെ ആൾ വരുമ്പോഴേ അതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. കാണാറുണ്ട്. നമ്മുടെ തെരഞ്ഞെടുപ്പും പ്രചാരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രചാരണത്തിനിടയിൽ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു. കേട്ടവാദി വീട്ടിൽ പോയി ചോദിച്ചോളാൻ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇത് ആദ്യമായിട്ടൊന്നുമല്ലോ, മുന്നേ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ, വളരെ മോശമാണ്. വളരെ മോശമാണ്. ഇപ്പോ മുഖ്യമന്ത്രി അതിന് ന്യായീകരണം പറഞ്ഞിരിക്കുന്നത്, ഞാൻ പ്രസംഗിക്കാൻ വന്ന സമയമാണ് ഇത്, എന്താണ് പ്രസ് മീറ്റ് ഒന്നല്ലല്ലോ, അപ്പൊ ചോദ്യം ചോദിക്കേണ്ട സ്ഥലം ഇതല്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. നമ്മൾ ഇതിനു മുമ്പ് മുഖ്യമന്ത്രിമാരെ കണ്ടിട്ടുണ്ടല്ലോ, അവരൊന്നും ഇങ്ങനെ മോശമായിട്ട് പ്രതികരിച്ചിട്ടില്ല. പ്രതികരണം മോശമായിപ്പോയി. ഇപ്പൊ എന്തായാലും തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടാണല്ലോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ ഈ തിരഞ്ഞെടുപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മൂന്നാം പിണറായി സർക്കാർ വരണോ? വേണ്ട വേണ്ട. വേണ്ട. ഒന്ന് ആലോചിച്ചു പോലും ഇല്ലല്ലോ. എന്താ അങ്ങനെ പറയാനുള്ള ഒരു കാരണം? അല്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് നമുക്കൊരു വികസനം എന്ന് പറയാൻ ഇവിടെ ഒരു സംരംഭം ഉണ്ടായിട്ടില്ല. സംരംഭകർ പലരും ഇവിടുന്ന്, കേരളത്തിൽ നിന്ന് പലരും കൂടി പോയി. അതേപോലെ തന്നെ ഒരു വ്യവസായശാല ഇവിടെ ഉണ്ടായിട്ടില്ല. കാർഷിക വികസനം ഉണ്ടായിട്ടില്ല. വെറുതെ കുറേ കൃഷി വകുപ്പുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് പേര് കൃഷി വകുപ്പിൻ്റെ പേരിൽ തീറ്റിപ്പോറ്റുന്നു ഗവൺമെൻറ് ജോലി കൊടുത്തു. കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് ഉള്ളതിനേക്കാളും ഇപ്രാവശ്യം കാർഷിക മേഖല ഇടിയുകയാണ് ചെയ്തത്. അപ്പോൾ പ്രത്യേകിച്ച് കാർഷിക മാറ്റും വ്യവസായ മാറ്റും നമുക്കൊരു നേട്ടവും ഇല്ല. പിന്നെ കേരളത്തിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പൊതു കടം, അതായത് ഇന്ത്യയിൽ മറ്റുള്ള സംസ്ഥാനത്തിനെ അപേക്ഷിച്ച് കേരളത്തിലാണ് ഏറ്റവും കൂടുതലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ അറിവ്. കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് കൂടെ പുറത്തു വന്നിരുന്നു. മോഹൻലാലുമായിട്ട് നടത്തിയിട്ട് അഭിമുഖത്തിന് 11 ലക്ഷം രൂപ ചെലവാണ്. അതാണ് 2 കസേര വാങ്ങിച്ചിട്ടിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് ഇട്ട് ഇരുന്നേനാണോ? എന്തായാലും മോഹൻലാല് ഇതേപോലത്തെ ഗവൺമെൻറ് പരിപാടിക്ക് പങ്കെടുക്കുമ്പോൾ കഴിഞ്ഞ തവണ ഗണേഷ് കുമാർ സാറിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, നമ്മുടെ ബസ്സിൻ്റെ ഒരു ഉദ്ഘാടനം. അപ്പം KSRTCയിലെ ബസ്സിന് ഇദ്ദേഹം പണം വാങ്ങിക്കാതെയാണ് ഓക്കെ പറഞ്ഞത്. എന്തായാലും അദ്ദേഹം പണം വാങ്ങിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നെ ഈ 11 ലക്ഷമൊക്കെ അല്ല, ഇത് ഇപ്പോൾ മാത്രമല്ല, ഇതിന് മുന്നേയും ഇതേപോലത്തെ ഒരുപാട് കാര്യങ്ങളിൽ അഴിമതി ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്കിങ്ങനെ അഴിമതി പറഞ്ഞു ഓരോ ദിവസം മുന്നോട്ട് പൊക്കോണ്ടേയിരിക്കണം. മടുത്തു. അപ്പൊ നമുക്ക് മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് ആ ഒരു പ്രതീക്ഷിക്കുന്ന മാറ്റം? നല്ല പാർട്ടിക്കാർ വരട്ടെ, അത് അത്രേ ഉള്ളൂ. എന്തായാലും തമ്മിൽ ഭേദം തൊമ്മൻ BJP ആണ്. കാരണം വന്ദേ ഭാരത് പോലുള്ള നമ്മളൊരു 10-12 വർഷത്തിന് മുന്നേ നമ്മുടെ ട്രിവാൻഡ്രം ഇന്റർനാഷണലിലെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനൊക്കെ വളരെ മോശം സാഹചര്യത്തിലാണ് കിടന്നത്. നമ്മുടെ പ്ലാറ്റ്ഫോം ആണെങ്കിലും അതേപോലെ തന്നെ റെയിൽവേ പാതകളാണെങ്കിലും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. അതുമാത്രമല്ല, നമുക്ക് വന്ദേ ഭാരത്, ഈ UPI, നമ്മുടെ ഗൂഗിൾ പേ പോലുള്ള കാര്യങ്ങൾ സാധാരണ നമ്മുടെ മാർക്കറ്റുകളിൽ വരെ വന്നു തുടങ്ങി. അപ്പോൾ അതൊക്കെ ഒരു നേട്ടമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മുടെ റോഡുകൾ, ഹൈവേകൾ, ഇപ്പോൾ ഇവിടുന്ന് കന്യാകുമാരി വരെ പോകാൻ മുന്നേ നമുക്ക് തമിഴ്നാട് റോഡ് കയറണം നന്നായിട്ട്. റോഡ് കയറിയാലേ നമുക്ക് നല്ല റോഡ് കിട്ടുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം റോഡുകൾ, ഹൈവേകൾ എല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അതൊരു ഗുണമായിട്ട് കാണുന്നു. തമ്മിൽ ഭേദം തൊമ്മൻ BJP. ദിവസേ നമ്മുടെ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗം നടത്തുന്നതിനിടയിൽ സാധാരണക്കാരനായ ഒരാള് ചോദ്യം ചോദിക്കുന്നു. എനിക്ക് ചോദിക്കാനുണ്ട്. അപ്പൊ പറഞ്ഞു ഇയാള് വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന്. അതെന്തായാലും തെറ്റാണ്. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഇങ്ങനെ ഒരു മറുപടി പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, പ്രതീക്ഷിച്ചില്ല. അങ്ങനെ ഇലക്ഷൻ ടൈമിൽ ഇങ്ങനെ ഒരു മറുപടി കൊടുക്കാൻ പാടില്ലാത്ത ഒരു നേതാവ് ഞാൻ പറയാറില്ല. അദ്ദേഹത്തിന്റെ എന്തൊക്കെയായാലും സുരേഷ് ഗോപി പല വേദികളിലും അയാൾക്ക് തുറന്നഴിച്ച് പറഞ്ഞുകൊണ്ട് അയാൾക്ക് പല പ്രതീക്ഷ നടത്തിയ പാർട്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷെ ആ പാർട്ടിയുടെ നേതാവ് തന്നെ ഇവിടെ സാധാരണക്കാരനെ അടിച്ചമർത്തി വീട്ടിൽ പോയി പറയുകയാണ്. തികച്ചും അന്യായമായുള്ള ഒരു സംസാരമായി നടന്നത്. ജനങ്ങൾ ഇത് കാണുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മറുപടി കൊടുത്തിരിക്കും. ഇതിപ്പോ CPI നേതാവ് ബിനോയ് വിശ്വത്തിനോട് ഈ വിഷയത്തിൽ എന്താണ് പ്രതികരണം എന്ന് ചോദിച്ചപ്പോ അതിന് മാധ്യമങ്ങൾക്ക് മറുപടിയേ ഇല്ല എന്നുള്ളതാണ് ഉത്തരം കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഇവരെല്ലാം കൂടെ ആലോചിച്ചുകൊണ്ട് ജനങ്ങളെ മണ്ടന്മാരാക്കുകയാണ്. 10 വർഷം അവർ ഭരിച്ചു, വീണ്ടും 5 വർഷം ഭരിക്കാനും കിട്ടിയാൽ ഭരിക്കട്ടെ, ഓക്കെയാണ്. പക്ഷേ ഈ വരുന്ന ഫേസ് ടു ഫേസ് നേരിടുന്ന ഇത്തരം കാര്യങ്ങളിൽ പോലും അവർക്ക് പിടിച്ചേക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ഇപ്പൊ നമ്മളൊരു പാർട്ടിയും പൊക്കിയോ താടിയോ പറയല്ല.
ഇപ്പം കേന്ദ്രത്തിലായാലും ഇവിടെ സെൻട്രലായാലും ഭരിക്കുന്നവരെല്ലാം ഒരേ സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകണം എല്ലാ കാര്യങ്ങളും. ഇവിടെ സാധാരണക്കാരന് ഒരു വെൽഫെയറോ ഒന്നും കിട്ടുന്നില്ല. നാച്ചുറലായിട്ട് വരുന്ന ഡെവലപ്മെന്റ് മാത്രമാണ് ഈ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതെനിക്ക് പറയാനുള്ളൂ. LDF സർക്കാർ പറയുന്ന വികസന നേട്ടങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ, വാർത്ത കേൾക്കുന്ന ഒരാളാണെങ്കിൽ. അപ്പൊ അതിനെയൊക്കെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഒരു പൗരൻ എന്ന നിലയിൽ? നേട്ടം ഉണ്ടാവുന്നുണ്ട്, കുറച്ചധികം നേട്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം വസ്തുനിഷ്ഠമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. ഇന്ത്യ വികസിക്കുമ്പോൾ അതിന്റെ കൂടെ കേരളം വികസിക്കുന്നു, അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. പിണറായിയുടെ പവറാണ് ഈ കാണുന്നത്, അതുകൊണ്ട് ഒരു മൂന്നാം പിണറായി സർക്കാർ എന്നുള്ളതാണ് LDFന്റെ അവകാശവാദം. മതജാതി കൂട്ടുകെട്ടുകൾ എങ്ങനെയാണ് വോട്ടുകൾ പറയാൻ പറ്റത്തില്ല. മൂന്നാമൊന്ന് വരാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ ആഗ്രഹിക്കുന്നില്ല. ഒരു പ്രതീക്ഷമായിട്ടിരുന്ന അടുത്തും ഭരണം പിടിക്കാനുള്ള തന്ത്രമായിരിക്കും അവർക്കുള്ളത്. ഇനി ഭരണത്തിലേറി കഴിഞ്ഞാൽ അവരെ എല്ലാവരും വിട്ടുപോകും. എങ്ങനെയാണ് ബംഗ്ലാദേശ് സംഭവിച്ചത് അതേപോലെ ഇവിടെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പേടിയുണ്ടോ ഒരു മലയാളി എന്ന നിലയിൽ? ഇല്ല, ഞാനൊരു എക്സ്-സർവീസ്മെൻ ആയിരുന്നു, അതുകൊണ്ട് പേടിയില്ല. പക്ഷെ ജാഗ്രത വേണം. ജാഗ്രത വേണം. പ്രചാരണങ്ങളുടെ പരിപാടികളൊക്കെ എങ്ങനെയാണ് ഫോളോ ചെയ്യുന്ന ഒരാളാണോ? കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രിയോട് ഒരു സാധാരണ ഒരാള് ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് എണീറ്റ് നിൽക്കുന്നു. അയാളോട് വീട്ടിൽ പോയി ചോദിച്ചോന്ന് മുഖ്യമന്ത്രി മറുപടി കൊടുക്കുന്നു. ഒരു മുഖ്യമന്ത്രി, രാഷ്ട്രീയം പോട്ടെ, ഒരു മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയാണത്. എന്ത് തോന്നുന്നു? അഹങ്കാരം ആണ്. പക്ഷെ എനിക്ക് വാർത്തയൊന്നും ഞാൻ അധികം കാണാറില്ല. പക്ഷെ അങ്ങനെ ചോദിക്കാൻ പാടില്ല. ഒന്നുമില്ല, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയോട് ഒരു സാധാരണക്കാരായ ഒരാള് ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോ മുഖ്യമന്ത്രി വീട്ടിൽ പോയി ചോദിച്ചോന്നാണ് മറുപടി പറഞ്ഞത്. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അങ്ങനെ ഒന്ന് പ്രതീക്ഷിക്കുന്നു? അങ്ങനെ ഒരു മറുപടി അത് ശരിയാണോ തെറ്റാണോ? അത് സാധാരണക്കാരായ നമ്മൾ ഉൾപ്പെടുന്ന ആളുകളോടാണല്ലോ എന്നുള്ള മറുപടി പറയുന്നത്. എന്താ തോന്നുന്നത്? അങ്ങനെ പറഞ്ഞെങ്കിൽ തെറ്റാണ്. എന്തായിരുന്നാലും അതിനൊരു ഇപ്പൊ ഇലക്ഷൻ നടക്കുന്ന സാഹചര്യത്തിൽ അതിനൊരു മറുപടി കൊടുക്കേണ്ടതാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഈ ഒരു അത് ഞാൻ കണ്ടില്ല എന്തോ, പക്ഷെ അത് ശരിയല്ല. അങ്കിള് കണ്ടായിരുന്നോ? വാർത്ത കാണാറുണ്ടോ? എന്ത് തോന്നുന്നു? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വകയിൽ നിന്ന് വരുന്ന വാക്കാണ്. കാരണം വേറെ പുരുഷ രീതിയിൽ സംസാരിച്ചത്, വേറെ പുരുഷ രീതിയിലുള്ള മറുപടി പറഞ്ഞത്. പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ല. ഒരു അല്പെങ്കിലും വേറുണ്ടെങ്കിൽ പറയില്ല. പക്ഷെ എങ്ങനെ പറഞ്ഞതോ, കാരണം തീരെ തരം താഴ്ന്നു പോയി. ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. വീണ്ടും ഒരു പിണറായി സർക്കാർ വരും എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഭയങ്കര അഹങ്കാരമായിരുന്നു. വരില്ല, കാരണം ജനങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണല്ലോ, മൂന്നാമതൊരു പിണറായി സർക്കാർ വരും തോന്നുന്നുണ്ടോ? ഇല്ല. എന്താണ്, പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? പെൻഷനൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവരല്ല പൈസ, അവരെ പൈസ ജനങ്ങളെ പൈസകള്. പിണറായി സർക്കാർ ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് പെൻഷൻ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ വെറുതെ ഇത് നമ്മുടെ പൈസ, ശരിക്കും തരുന്നത് നമ്മളെ പൈസ, നമ്മളെ നികുതി പൈസ ഒക്കെ അല്ലേ പാടോട്ട പൈസ. അതിൽ നമുക്ക് ശരിക്കും പെൻഷൻ തരുന്നത്, അല്ലാതെ അവരുടെ പൈസയിലല്ലോ. നികുതി പണമല്ലേ അവര് നമുക്ക് പെൻഷനായിട്ട്